നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ. ശരിക്കും എന്താണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്? ഫാറ്റി ലിവർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കരൾ കൊഴുപ്പടിയുന്ന ഒരു അവസ്ഥേനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയാം. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ വരാം. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റബോളിക് സിൻഡ്രോം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ലിവറാണ്. പക്ഷേ മദ്യപാനം ഉള്ളവരിൽ ഫാറ്റി ലിവർ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. പിന്നെയാണ് സിറോസിസിലേക്കൊക്കെ പോവുക. ചില വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാരണം കൊണ്ടും ഫാറ്റി ലിവർ വരാം. അതുപോലെ തന്നെ ചില ജനിതകമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ഫാറ്റി ലിവർ വരാം. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങൾ അനുബന്ധമായിട്ട് വരുന്ന കരളിൽ കൊഴുപ്പടിയുന്ന ഫാറ്റി ലിവറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മുന്നത്തേനേക്കാളും വളരെയധികം കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫാറ്റി ലിവർ നമുക്ക് ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിനായിട്ട് എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് അവർക്ക് ഉണ്ടാവുന്നത്? ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറില്ല. ചില ഹെൽത്ത് ചെക്കപ്പിനായിട്ട് വരുന്ന ആളുകളിൽ അവരിൽ ചിലപ്പോൾ എൻസൈമിൽ വ്യതിയാനം ഉണ്ടാകാം, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് എടുക്കുമ്പോൾ അതിൽ കൊഴുപ്പടിഞ്ഞതിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ആയിട്ട് രോഗികൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻസിഡൻ്റലി ഡിറ്റക്റ്റ് ആവുന്ന രീതിയിലാണ് ഫാറ്റി ലിവർ പലപ്പോഴും നമ്മളുടെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് വരാറ്. അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫർദറായിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യുക. അതായത് ഈ ഒരു ആദ്യഘട്ടത്തിൽ അപ്പോൾ ചികിത്സ ലഭിക്കാതിരിക്കുമ്പോൾ പിന്നീട് ഭാവിയിലേക്ക് ഈ ഫാറ്റി ലിവർ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഡോക്ടർ തന്നെ പറയുകയുണ്ടായി, അതായത് ആദ്യഘട്ടത്തിൽ കണ്ടുപിടിക്കുക എന്നത് വളരെ ദുർഘടമാണ്. അപ്പോൾ അത്തരത്തിൽ കണ്ടുപിടിക്കാതാവുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാകുന്നത്? ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെക്ട്രം ഓഫ് പ്രോബ്ലമാണ്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കരളിനെ മാത്രം ബാധിക്കുന്നതല്ല. കരളിനെ കൂടാതെ തന്നെ ഫാറ്റി ലിവർ അടിഞ്ഞിരിക്കുന്ന ആളുകളിൽ കാർഡിയോവാസ്കുലർ എന്ന് പറഞ്ഞാൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗപ്രശ്നങ്ങളൊക്കെ വരാനുള്ള റിസ്കുകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ യങ് ആയിട്ടുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷൻ അങ്ങനത്തെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന രോഗികളിൽ പലപ്പോഴും ഫാറ്റി ലിവർ ഉണ്ടാകും. അതേപോലെ തന്നെ ചെറിയ പ്രായത്തിൽ സ്ട്രോക്ക് ഒക്കെ വരുന്നവരിലും ഫാറ്റി ലിവർ അങ്ങനത്തെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.